വിട്ടൊഴിയാതെ. രചനാ സംവിധാനം രുദ്രപ്രിയ. ഭാഗം 26. നിമയെയും മണിക്കുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജീവൻ കാറിലേക്ക് കയറി. മണ്ഡപത്തിൻ്റെ മുന്നിൽ കാർ നിർത്തി നിമയും മണിക്കുട്ടിയും പുറത്തേക്ക് ഇറങ്ങി. രാജീവൻ വണ്ടി പാർക്ക് ചെയ്യുന്നതിനായി പോയി. അവൾ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തു തന്നെ നിന്നു. രാജീവൻ കാറ് പാർക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് എത്തി. മണിക്കുട്ടിയെ കയ്യിൽ കോരിയെടുത്തു. നിമയുടെ കയ്യും പിടിച്ചുകൊണ്ട് മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. മുഹൂർത്തമായി വരുന്നതേയുള്ളൂ. മണ്ഡപം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. തിരക്കിനിടയിലൂടെ വളരെ സൂക്ഷിച്ചാണ് രാജീവൻ നിമയുടെ കയ്യും പിടിച്ചു പോയത്. മുൻനിരയിലെത്തുമ്പോൾ തന്നെ കണ്ടു അന്നമ്മ സിസ്റ്ററും താരയും ആരവും ഷെറിനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അടുത്തായി തന്നെ 1-2 സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. നിമയെ കണ്ടപാടെ എല്ലാവരും അവളെ തന്നെ നോക്കി. കുറച്ച് ദിവസമായി അസ്വസ്ഥതകൾ കാരണം അവൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് തടിച്ചിട്ടുണ്ട്. പഴയതിനേക്കാളും നിറവും വെച്ചു, ചന്തവുമുണ്ട്. മണിക്കുട്ടി അച്ഛൻ്റെ തോളിൽ നിന്ന് ഇറങ്ങുന്നില്ല. അവരുടെ സന്തോഷത്തിൽ മനസ്സുകൊണ്ട് എല്ലാവരും പങ്കുചേർന്നു. മണ്ഡപത്തിലിരുന്ന് നന്ദൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. മുഹൂർത്തമായി എന്ന് പറയുന്നത് കേട്ടതും ഗോൾഡൻ കളർ സാരി ഉടുത്ത് കയ്യിൽ അഷ്ടമംഗല്യ താലമെന്തി താലപ്പൊലി കുട്ടികൾക്കൊപ്പം നടന്നു വരുന്ന കൃഷ്ണജിയെ എല്ലാവരും കണ്ണിമ ചുമ്മാതെ നോക്കിയിരുന്നു. മഞ്ഞ ചരടിൽ കൊരുത്ത താലി നന്ദൻ കൃഷ്ണജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഇരുവരും പരസ്പരം ഹാരമണിയിച്ചു. പേര് കൊത്തിയ മോതിരങ്ങൾ കൈമാറിയും പുടവ കൊടുത്തും ചടങ്ങുകളെല്ലാം ഗംഭീരമായി. നിമയും രാജീവനും മണിക്കുട്ടിയും വധൂവരന്മാർക്കൊപ്പം ചേർന്ന് ഫോട്ടോ എടുത്തു. ഹോസ്പിറ്റലിലുള്ളവർ ചേർന്നും ഫോട്ടോകളൊക്കെ ഒരുപാടെടുത്തു. 3 കൂട്ടം പായസം കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിച്ചു. ഗിഫ്റ്റ് കൈമാറിയതിനു ശേഷം യാത്ര പറഞ്ഞിറങ്ങി. സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ നിമയ്ക്ക് ആകെ പരവേശമായി. ഒന്ന് വീട്ടിൽ ചെന്നാൽ മതിയെന്ന അവസ്ഥ. വീട്ടിലെത്തിയപ്പോൾ അവൾ വസ്ത്രം മാറി ഒന്ന് ഫ്രഷായി കിടന്നു. ഏകദേശം വൈകുന്നേരത്തോടു കൂടി അമ്മ വന്ന് ചായയുമായി വിളിച്ചപ്പോഴാണ് പിന്നെ ഉണർന്നത്. ദേവൂട്ടയുടെ വിവാഹത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിച്ചും കഴിഞ്ഞു. വിവാഹം കഴിയുമ്പോൾ ആദിയും തങ്ങൾക്കൊപ്പമാണ് താമസിക്കുന്നതെന്ന് രാഘവന് സന്തോഷത്തിന് ഇട നൽകി. ആദിയുടെ ചേച്ചി വിവാഹം കഴിയുന്നതിൻ്റെ അന്ന് തന്നെ രാത്രിയിൽ ഭർത്താവിൻ്റെ ഒപ്പം യാത്ര തിരിക്കും. വീട്ടിലാണെങ്കിൽ അച്ഛനും തനിച്ചാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തീരുമാനിച്ചു. ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ദേവൂട്ടി മൊബൈൽ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഫസ്റ്റ് ബെല്ലിൽ തന്നെ കോൾ കണക്റ്റായി. ഇതെന്താ ആദിയേട്ടാ, ഫോണും കയ്യിൽ പിടിച്ച് കിരിക്കുകയായിരുന്നോ? ഫസ്റ്റ് റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തല്ലോ. അല്ല, അവിടെ ചടങ്ങൊക്കെ എവിടെ വരെയായി? ഏട്ടത്തിയമ്മ സന്തോഷമായിരിക്കുന്നോ? ചേച്ചിക്കിപ്പോൾ ഒരുപാട് സന്തോഷമല്ലേ? എത്ര നാൾ സങ്കടപ്പെട്ടതാ, ഇപ്പോഴാണ് അതിൻ്റെ കണ്ണ് തുറന്നത്. പിന്നെ അവിടെ എന്തൊക്കെയാ വിശേഷം? അനിതേച്ചി എന്ന് വരും? ഇന്ന് ശനി, തിങ്കൾ കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും എത്താം. പിന്നെ ചേച്ചി കല്യാണം കഴിയുന്ന അന്ന് തന്നെ പോകുന്നത് എനിക്ക് സങ്കടമാണ്. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം നീ എൻ്റെ ഒപ്പം ഈ മുറിയിലുണ്ടാകണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. സാരമില്ല, ആദ്യേട്ടനോട് ചേച്ചിയോട് ചോദിച്ചുകൂടെ 2-3 ദിവസം കൂടി നിൽക്കാൻ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണെ. അളിയൻ്റെ ലീവ് പോലെ ഇരിക്കും കാര്യങ്ങൾ. എന്നാൽ നീ വെച്ചോ, നേരെ ഒരുപാടായില്ലേ. അച്ഛൻ മയക്കത്തിലാണ്. അത്താഴം ഇതുവരെ കഴിച്ചില്ല. എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക. ദേവൂട്ടി അച്ഛനെ ഉണർത്തി ആഹാരം കൊടുത്തു. അവളും കഴിച്ചു. ബാക്കിയുള്ളത് ഭദ്രമായി ഫ്രിഡ്ജിലും. നന്ദൻ്റെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളുണ്ടായിരുന്നു. അമ്മ നൽകിയ നിലവിളക്കുമേന്തി വലതുകാൽ വെച്ച് കയറി കൃഷ്ണജ. നിലവിളക്ക് പൂജാമുറിയിൽ വെച്ച് തൊഴുതു. നന്ദനും കൃഷ്ണജയും വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇരുവരും പരസ്പരം മുഖത്തേക്ക് നോക്കി. 2 പേരെയും കസേരയിലിരുത്തി മധുരം നൽകിയ അമ്മ. ബന്ധുക്കളൊക്കെയും നന്ദൻ്റെ പെണ്ണിനെ കണ്ണിമ ചുമ്മാതെ നോക്കി നിന്നു. എന്തായാലും യോഗം ഈ പെങ്കൊച്ചനാണ് കേട്ടോ. കൂട്ടത്തിലെ പ്രായം ചെന്ന അമ്മമ്മ പറഞ്ഞപ്പോൾ വേഗം നന്ദൻ്റെ അമ്മ ഒരു നോട്ടം നോക്കി. പിന്നെ അവരൊന്നും മിണ്ടിയില്ല. നന്ദൻ്റെ അമ്മ കാണിച്ച മുറിയിലേക്ക് കൃഷ്ണൻ നടന്നു. സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ വലതുവശത്തായി കൊത്തുപണികളിൽ തീർത്ത ഒരു വാതിൽ. അവൾ അതിനു മുന്നിൽ ചെന്ന് നിന്നു. ഇതാണപ്പോൾ നന്ദേട്ടൻ്റെ മുറിയല്ലേ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ആ മുറിയുടെ കതക് തള്ളി തുറന്നകത്തേക്ക് കയറി. വലിയൊരു ബെഡ്റൂമായിരുന്നു അത്.
അതിനൊത്തു നടുക്കായി 2 ബെഡുകൾ ഒന്നിച്ചു ചേർത്തിരിക്കുന്ന ഭംഗിയായി വയലറ്റ് പൂക്കളുള്ള ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ആ മുറിയിലെ കർട്ടന് പോലും ഇളം വയലറ്റ് നിറമാണ്. അവൾ കർട്ടൻ മാറ്റി പുറത്തെ ഭംഗി ആസ്വദിച്ചു. ജനലുകൾ തുറക്കുന്നത് പുറത്തെ വിശാലമായ പാടത്തേക്കുള്ള കാഴ്ചകളിലേക്കാണ്. എങ്ങും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷം തന്നെ അവളുടെ മനസ്സിന് കുളിർമ നൽകി. കണ്ണെത്താ ദൂരത്തോളം വിശാലമായ പാടശേഖരം. ഇടയ്ക്ക് നന്ദൻ പറഞ്ഞത് അവളുടെ ഓർമ്മയിൽ വന്നു. അവരുടെ വീടിന് ചുറ്റുമുള്ള കൃഷിയിടം അവരുടേതാണെന്ന്. അച്ഛനാണ് ആൾക്കാരെ വെച്ച് കൃഷിപ്പണികളെല്ലാം നോക്കി നടത്തുന്നത്. പണ്ട് കൂടെ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അയാൾ മരിച്ചതിന് ശേഷം എല്ലാം അച്ഛൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നിൽ ആളനക്കം കേട്ട് കൃഷ്ണജ തിരിഞ്ഞു നോക്കി. ആഹാ, താൻ ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ? വേഷം മാറിയില്ലേ? ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് നന്ദേട്ടാ. ഏട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും ഭംഗിയുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിന് വല്ലാത്ത കുളിർമയാണ് ഇതൊക്കെ കാണുമ്പോൾ. തനിക്കിഷ്ടമായോ ഇവിടം? പിന്നെ ഒരുപാട് ഇഷ്ടമായി. ഇതൊക്കെ ആർക്കാ ഇഷ്ടമാവാത്തത്? ഈ മുറിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു റൂം കൂടിയുണ്ടല്ലോ, അതാരും യൂസ് ചെയ്യുന്നില്ലേ? ഇവിടെ ഞാനും അച്ഛനും അമ്മയും മാത്രമല്ലേടോ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് ഇത്രയും റൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ മുറി എന്തിനാ തുറക്കുന്നതെന്ന് ഓർത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. സംസാരിച്ച് നിന്ന് സമയം പോകും. വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതാണ്. താൻ വേഗം ഫ്രഷായി വാ. അല്പനേരം വിശ്രമിച്ച് കഴിയുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വരും. തനിക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഞാൻ ആ കബോർഡിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് എടുത്ത് ധരിക്ക്. അതും പറഞ്ഞുകൊണ്ട് നന്ദൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൃഷ്ണ കബോർഡ് വന്ന് തുറന്നു നോക്കി. അതിനുള്ളിലിരിക്കുന്ന വസ്ത്രം കണ്ടപ്പോഴേക്കും അവളുടെ കണ്ണ് തള്ളിപ്പോയി. സാരി മുതൽ മിടിയും ടോപ്പും വരെയുള്ള വസ്ത്രങ്ങൾ വരെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടിട്ട് വേണം താൻ ഇറങ്ങി വരാൻ. അവൾ അതിൽ നിന്ന് ഭംഗിയുള്ള ഒരു ഫാൻസി സാരി തിരഞ്ഞെടുത്തു. അത് ഉടുത്തുകൊണ്ടാണ് അവൾ താഴേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും നന്ദൻ്റെ അമ്മേ, നിങ്ങളുടെ ഭാഗ്യമാണ് ഇതേപോലെ ഒരു പെൺകുട്ടിയെ മരുമകളായി കിട്ടിയത്. നന്ദൻ്റെ മുറപ്പെണ്ണ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോയത് തന്നെ നല്ലത്. ഈ പെൺകൊച്ചിനാണ് നന്ദനൊപ്പം കഴിയാനുള്ള ഭാഗ്യം. അവൾ അല്ലെങ്കിൽ ഒരു തൻ്റേടിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നന്ദനുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തനോടൊപ്പം ഇറങ്ങിപ്പോകുമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് അതാ മുന്നിൽ നിൽക്കുന്നു കൃഷ്ണജ. നന്ദൻ്റെ അമ്മയുടെ മുഖം വിളറി വെളുത്തു. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ കൃഷ്ണ തറഞ്ഞു നിന്നു. നന്ദൻ്റെ അമ്മ വേഗം തന്നെ ആ വല്യമ്മയെയും വിളിച്ച് അവിടെ നിന്ന് അടുക്കള ഭാഗത്തേക്ക് പോയി. അവൾക്ക് എന്തുകൊണ്ടോ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. ഇതുവരെ നന്ദനോട് തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു മുറപ്പെണ്ണിൻ്റെ കാര്യം എന്നോട് പറയാതിരുന്നത്? ഓരോന്നോർത്ത് അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. റിസപ്ഷൻ വേണ്ടെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് കാരണം റിലേറ്റീവ്സിന് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. രാത്രിയിൽ വളരെ വൈകിയും ബന്ധുക്കളും അടുത്തുള്ള അയൽക്കാരും ഒക്കെ വന്നും പോയി വരുന്നു. ബന്ധുക്കളുടെ എല്ലാം മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് കൃഷ്ണ നിന്നത്. പക്ഷേ എന്തുകൊണ്ടോ നന്ദനോട് അവൾക്കൊരു അകൽച്ച തോന്നി. നന്ദനത് ശ്രദ്ധിക്കുകയും ചെയ്തു. തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ കൃഷ്ണയോട് ചോദിക്കാമെന്ന് കരുതി. രാത്രിയിൽ നന്ദൻ്റെ അമ്മ തന്നെയാണ് അവളെ സെറ്റുമുണ്ടും ഭംഗിയായി ഉടുപ്പിച്ച് മുടിയിൽ മുല്ലപ്പൂ ചൂടി കയ്യിൽ പാൽ ഗ്ലാസ് നൽകി. പിന്തിരിഞ്ഞു പോകാൻ മുമ്പ് അമ്മ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ മോൻ അവനോട് പിണക്കമൊന്നും കാണിക്കരുത്. എൻ്റെ ആങ്ങളയുടെ മകൾ ദിയയെ ഞങ്ങൾ അവന് വേണ്ടി ആലോചിച്ചിരുന്നതാണ്. അവൾക്കും സമ്മതം തന്നെയായിരുന്നു. മോളോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. മോക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. മുറിയിൽ ചെല്ലുമ്പോൾ നന്ദൻ അവളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ സ്വഭാവത്തിലെ പെട്ടെന്നുണ്ടായ വ്യത്യാസത്തിൻ്റെ കാര്യം അമ്മയിൽ നിന്ന് നന്ദൻ അറിയാൻ കഴിഞ്ഞു. അവളുടെ മുന്നിൽ കള്ളം ചെയ്ത പോലെ ഒരു കുട്ടിയെപ്പോലെ ചെന്ന് നിൽക്കേണ്ടി വരുമെന്നത് അവന് വല്ലാത്ത വേദന തോന്നി. പലതവണ അവളോട് തുറന്നു പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ അത്രമാത്രം ഒരു ആത്മബന്ധം ദിയയുമായി ഇല്ലാതിരുന്നത് കൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ അത് എത്ര വലിയ അപരാധമാണെന്ന് ഇപ്പോൾ തോന്നുന്നു. മുറിയിലേക്ക് കൃഷ്ണ കയറി വരുന്നത് കണ്ടതും നന്ദൻ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നു. പാൽ ഗ്ലാസ് കയ്യിൽ വാങ്ങുമ്പോൾ നന്ദൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഗ്ലാസ് വാങ്ങി മേശമേൽ വെച്ച് കൃഷ്ണയെ പിടിച്ച് കട്ടിലിൽ അടുത്തായി ഇരുത്തി. തന്നോട് പറയാൻ പാടില്ലാത്തതായി ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. എന്തുകൊണ്ടോ ദിയയുടെ കാര്യം പറയണമെന്ന് തോന്നിയില്ല.
ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലൊന്നുമല്ലായിരുന്നു. വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ അതനുസരിച്ചു എന്നേ ഉള്ളൂ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിവാഹം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അവൾക്ക് മറ്റൊരു വിധത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുനാൾ മുതലേ ഒന്നിച്ചു കളിച്ചു വളർന്ന കളിക്കൂട്ടുകാർ എന്നതിലുപരി അമ്മാവൻ്റെ മകളാണ്, എൻ്റെ മുറപ്പെണ്ണാണെന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മാവൻ അങ്ങനെ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മയുടെ എതിർപ്പും ഒന്നും പറയാതിരുന്നത്. വിവാഹം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് പറഞ്ഞ് അവളെ ഏത് സമയവും മൊബൈലിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനോ വണ്ടിയിൽ കയറ്റി കറങ്ങാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അവളും അതിന് തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു വിവാഹം ഉറപ്പിച്ച ശേഷവും. അതുകൊണ്ട് അവളോടൊരു തുറന്ന സംസാരത്തിനൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ എന്ന്. പക്ഷെ അവളുടെ സായീഭാവം ഇതായതുകൊണ്ട് തന്നെ മറ്റു സംശയമൊന്നും എനിക്കന്ന് തോന്നിയില്ല. അങ്ങനെ അവളോടും കൂടി തീരുമാനിച്ചതിന് ശേഷമാണ് വിവാഹത്തിൻ്റെ ഡേറ്റ് എടുത്ത് എല്ലാം തീരുമാനിച്ചത്. വിവാഹം അവളുടെ പഠിപ്പ് കഴിഞ്ഞ് മതിയെന്ന് തീരുമാനിച്ചെങ്കിലും ഒരു നിശ്ചയം നടത്തി വെക്കാമെന്ന് വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചതിനനുസരിച്ച് നല്ലൊരു ദിവസം നോക്കി നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തു. ഞാനും അവളും വീട്ടുകാരും ഒപ്പം ചേർന്നാണ് ഡ്രസ്സുകൾ എടുക്കാൻ പോയത്. അന്നൊന്നും അവൾക്കൊരു ഇഷ്ടക്കുറവ് മറ്റൊന്നും തന്നെ തോന്നിയില്ല. വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പോടും കൂടി അമ്പലത്തിൽ പോയി. മുഹൂർത്ത സമയമായിട്ടും അമ്മയെയും അമ്മായിയെയും അവളെയും കണ്ടില്ല. ഒടുവിൽ ധൃതി പിടിച്ച് വീട്ടിലെത്തി അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് മറ്റൊരു പയ്യനോടൊപ്പം അവൾ ഇറങ്ങിപ്പോയി എന്ന്. ഒരിക്കലും ഈ വിവാഹത്തിന് അവളെ ആരും നിർബന്ധിച്ചിരുന്നില്ല. അവൾക്കിഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും ചെയ്തില്ല. ആരോടും ഒന്നും പറയാതെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് രാവിലെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുമായി അവൾ ഒളിച്ചോടി. അമ്പലത്തിൽ നിശ്ചയത്തിന് കൂടാൻ വന്നവരുടെ മുന്നിൽ അപമാനത്താൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. അമ്മാമ്മയ്ക്കും അമ്മയ്ക്കും എനിക്കും. തലേ ദിവസം അവൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രഹസനത്തിന് ഞാൻ മുതിരില്ലായിരുന്നു. കാണുന്നവർക്കൊക്കെ ഒരു പരിഹാസ കഥാപാത്രമായി ഞാൻ. സ്വന്തം അമ്മാവൻ്റെ മകൾ തന്നെ നിശ്ചയത്തിൻ്റെ അന്ന് വേണ്ടെന്ന് വെച്ച് ഓടിപ്പോയി. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ വേറെ എന്തെങ്കിലും വേണമായിരുന്നോ? ഒടുവിൽ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ സ്ഥലം മാറ്റം വാങ്ങി വന്നത്. പിന്നീട് ഞാൻ നാട്ടിലേക്ക് പോകാതെ തന്നെയായി. അമ്മ പല വിവാഹാലോചനകളെ പറ്റി സംസാരിച്ചുവെങ്കിലും ഞാൻ പിന്നീട് ഒന്നിനും പിടികൊടുത്തില്ല. പിന്നെ അമ്മ എന്നോടൊന്നും പറയാതെയായി. 2 വർഷത്തിന് മുമ്പ് അമ്മയ്ക്ക് അറ്റാക്ക് വന്നു. അന്ന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 അത്യാവശ്യമായി മാറ്റി. ഇപ്പോൾ തുടർച്ചയായി മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് വല്ലാത്ത ഭയം, എൻ്റെ കല്യാണം കാണാതെ അമ്മയ്ക്ക് പോകേണ്ടി വന്നാലോ എന്ന്. അതുകൊണ്ട് കുറേ നാളായി എന്നോട് വിവാഹ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു. ഒടുവിൽ അമ്മാവൻ കൂടി വന്ന് പറഞ്ഞു മറ്റൊരു വിവാഹം കഴിക്കണമെന്ന്. ഞാനിപ്പോഴും ദയയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ദയ പോയതിൽ എനിക്ക് അല്പം പോലും വിഷമമില്ല. പക്ഷെ അമ്മയുടെ സങ്കടം കാണേണ്ടി വന്നതായിരുന്നു എനിക്ക് അവളോടുള്ള ദേഷ്യത്തിൻ്റെ മുഴുവൻ കാരണവും. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് സന്തോഷത്തോടു കൂടി നടത്തി കൊടുക്കുമായിരുന്നില്ല അവരുടെ വിവാഹം. എന്നിട്ട് അതിനുള്ള മര്യാദ പോലും കാണിക്കാതെ നിശ്ചയത്തിൻ്റെ അന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഒടുവിൽ അമ്മാവനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ആ പയ്യനുമായി വിശാഖപട്ടണത്തിൽ എന്തോ സുഖമായി കഴിയുമെന്ന്. അത്രയും അറിഞ്ഞപ്പോൾ എനിക്കും സമാധാനമായി. ഇപ്പോൾ അമ്മാവനും അമ്മയ്ക്കും അവളോടുള്ള പിണക്കം മാറി. ഇടയ്ക്ക് അവർ വിശാഖപട്ടണത്തിൽ ദിയയെ കാണാനും പോകാറുണ്ട്.